മ്യാൻമറിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമീപ രാജ്യങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. ബാങ്കോക്ക് നഗരത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീണു. കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതിൽ ഒട്ടേറെ ആളുകൾ ഓടുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കെട്ടിടങ്ങൾ നിലം പൊത്തുന്നുണ്ടായിരുന്നു. മ്യാൻമർ ഇന്ത്യ അതിർത്തിയിലും പ്രകമ്പനമുണ്ടായിട്ടുണ്ടോ? മഞ്ജുഷ്, ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് മ്യാൻമാറിൽ നിന്ന് പുറത്തുവരുന്നത്. മ്യാൻമാറിന്റെ പ്രാദേശിക സമയം 12:50ഓടെയാണ് ശക്തമായ ഭൂചലനം ഉണ്ടായത്. ആദ്യ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തി. തൊട്ടടുത്ത് തന്നെ രണ്ടാമതൊരു ഭൂചലനവും ഉണ്ടായി. ഇത് 6.4 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനം ശക്തമായി ഉണ്ടായത് മ്യാൻമാറിലാണ് എങ്കിൽ കൂടിയും അതിന്റെ പ്രകമ്പനം സമീപ രാജ്യങ്ങളിലേക്ക് കൂടി നീണ്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തായ്ലൻഡിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇപ്പോൾ പുറത്തു വരുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മ്യാൻമാർ തലസ്ഥാനമായ നൈപ്രോയിൽ നിന്ന് ഏതാണ്ട് 250 കിലോമീറ്റർ അകലെ സയാകിംഗ് നഗരത്തിലാണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത്. അമേരിക്കയുടെ ജിയോളജിക്കൽ സർവേ പ്രകാരം വലിയ തോതിൽ, അതായത് 7.7 കൂടുതൽ ഈ റിക്ടർ സ്കെയിലിൽ ഇതിന്റെ തീവ്രത ഉയരും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 50 കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമാറിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 3 മിനിറ്റ് നേരം ഇത്തരത്തിൽ ശക്തമായ ഭൂചലനം നീണ്ടുനിന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടം ബാങ്കോക്കിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് അവിടുത്തെ ഓഡിറ്റർ ജനറലിന്റെ ഓഫീസാണ്. അത് നിർമ്മാണത്തിലിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ ഈ ഭൂകമ്പത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്ന് തൊഴിലാളികൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം പൂർണ്ണമായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മറ്റ് നിരവധി കെട്ടിടങ്ങൾക്കും ഇത്തരത്തിൽ കേടുപാടുകളുണ്ട്. ബാങ്കോക്ക് ഏറെ ജനസാന്ദ്രതയുള്ള ഒരു നഗരമാണ്. ഏതാണ്ട് 17 ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ അവിടെ താമസിക്കുന്നത്. കൂടുതലും ബിൽഡിങ്ങുകൾ, കൂറ്റൻ കെട്ടിടങ്ങളാണ്. ഇത്തരത്തിൽ ഒന്നിലധികം നിലകളുള്ള അപ്പാർട്ട്മെന്റുകളാണ് കൂടുതൽ. പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പല സ്ഥലങ്ങളിലും ജനങ്ങൾ ഭീതിയിൽ ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ ബാങ്കോക്കിൽ ഉണ്ടായിരിക്കുന്നു. തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഉണ്ടായ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം. എന്തായാലും മ്യാൻമാറിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 12:50ഓടെയാണ് ശക്തമായ 2 ഭൂചലനം അവിടെ ഉണ്ടായിരിക്കുന്നത്. മഞ്ജുഷ്, ശരി, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്.